എടാ ഞാൻ കാര്യം പറയട്ടെ, എന്റെ ചെറുപ്പം മുതൽ ഞാൻ പറയട്ടെ, 5 വയസ്സ് മുതലുള്ള എന്റെ ആഗ്രഹം ബിഗ് ബോസ്. എവിടെയായിരുന്നു തൊപ്പി? ഊമ്പാ പോയി നായിന്റെ മോനെ. എടാ ബിഗ് ബോസ്, എടാ ലാസ്റ്റ് ടൈം ഞാൻ കെട്ടും മുട്ടിയും എല്ലാം എടുത്ത് റെഡി ആയിട്ട് വന്നിട്ട് എടാ ഞാൻ എന്റെ മുടി വരാ, നീ എന്റെ മുടി നോക്കും. എടാ എന്റെ മുടി നോക്ക്, ഞാൻ മുടിയിൽ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുടി കട്ട് ചെയ്തതാ. ഇവിടെ ഇങ്ങനത്തെ ട്രിമ്മർ വെച്ച് വീട്ടിൽ വര വരച്ച് ഞാൻ വെച്ച് ഓക്കെ 2 സൈഡിലേക്ക് മുടി ആയ ഒരു ചേഞ്ച് ആവുമല്ലോ വെച്ചിട്ട് മുടി വരെ ഞാൻ ചേഞ്ച് ചെയ്ത്. എടാ ഞാൻ എല്ലാം സെറ്റാക്കി മൊത്തം ബാഗ് പാക്ക് ചെയ്ത് എല്ലാം ഈനായിട്ട് ഞാൻ എന്റെ ജീവിതം തന്നെ മാറ്റി വെച്ച് എല്ലാം കൊണ്ട് ഞാൻ റെഡി ആയിട്ടുള്ളത്. ഫാൻ ഓഫ് ആക്കുന്ന പിന്നെ എന്നൊരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഉപ്പാനെ ഇങ്ങോട്ടേക്ക് വിട്, എന്നിട്ട് അയാൾ ഊതി തരട്ടെ. ഇവിടെ കുത്തി ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കട്ടെ അയാൾ, എന്നിട്ട് ഇവിടെ ഊതി തരട്ടെ. ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഒരു കസാല ഇട്ട് കൊടുക്കാം, ഇവിടെ കുത്തി ഇരുന്നിട്ട് അയാൾ ഊതി തരട്ടെ. എടാ ഞാൻ കണക്ക് ചൂടെടുക്കോടെ ലൊട്ട, നീ എന്നാ പൊട്ടത്തരം പറയുന്നത്? ഫാൻ ഓഫ് ആക്കി ഞാൻ ഊമ്പായിരിക്കുന്നതാണ് ഇടാ. എടാ ഞാൻ പറയട്ടെ, ഒന്നല്ല എന്റെ വിഷമം, ഞാൻ എല്ലാം എടാ എന്റെ ജീവിതം തന്നെ ഞാൻ എന്റെ 5 വയസ്സ് മുതൽ, എനിക്ക് തോന്നുന്നു 5 വയസ്സല്ല ഇതും താഴെ, എനിക്കൊന്ന് ഞാൻ LKG പഠിക്കുമ്പോൾ മുതലുള്ള എന്റെ ആഗ്രഹം ബിഗ് ബോസിൽ പോകണം. എനിക്കൊന്ന് LKGക്ക് മുമ്പേ ഉണ്ടാണ് എനിക്ക് ആഗ്രഹം. എന്റെ അത്രയും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകാൻ. ഇതിന്റെ ഉള്ളിൽ TTS വരുന്നുണ്ട്. എടാ ഇത് TTSന്റെ സർവർ ശരിയാ. എടാ സ്ക്രീനിൽ വരുന്നുണ്ടാ? TTS സ്ക്രീനിൽ വരുന്നുണ്ട്. ഇപ്പൊ എന്താ ഇത് വന്നേ? TTS വന്നേ ഇപ്പൊ എന്താ ഡൊണേഷൻ വന്നേ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല. എന്താ വന്നേ? എടാ ഇത് സ്ക്രീനിൽ വരാൻ തുടങ്ങിയാ? സ്ക്രീനിൽ വരാൻ തുടങ്ങിയാ? റീഫ്രഷ്. എടാ സ്ക്രീനിൽ വരാൻ തുടങ്ങിയാ? ഡൊണേഷൻ സ്ക്രീനിൽ വരുന്നുണ്ടോ? സ്ക്രീനിൽ വരുന്നുണ്ടോ? പറ ചാറ്റ്. എടാ ആരും വന്ന് ഡൊണേഷൻ ഇട്ട് സ്ക്രീനിൽ വരുന്നുണ്ടോ നോക്കട്ടെ. ഞാൻ നോക്കിയില്ല, ഇത്ര സമയം ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല. Wait. Let me see. Sound. Shamil Zan donated 20 rupees through Google Pay. Assalamu alaikum. Walaikum assalam, my brother. I miss you too, brother. ഞാൻ കാര്യം പറയല്ല, ഞാൻ സ്ട്രീം ചെയ്യുന്നത് ശരിക്കും മിസ് ചെയ്തതാണ്. കുറേ കാര്യത്തിൽ എടാ എന്റെ പടത്തിന്റെ അനൗൺസ്മെന്റ് പടം അനൗൺസ് ചെയ്യാൻ പോയി, ഏപ്രിലിൽ അനൗൺസ് ചെയ്യും. ഓക്കെ ഇത് ഏതാ മാസം? അടുത്ത മാസം അല്ലേ? ഏപ്രില്? ഇല്ല ഒരു മാസം കഴിഞ്ഞിട്ട് എടാ എന്റെ സിനിമ, എന്റെ പുതിയ പടം അനൗൺസ് ചെയ്യാൻ പോയി, ഏപ്രിലിൽ അനൗൺസ് ചെയ്യും. ഓക്കെ ഏപ്രിലിൽ അനൗൺസ് ചെയ്യും. പിന്നെ ബിഗ് ബോസ് എന്തായി നോക്കുന്നവരോട് ഞാൻ കാര്യം പറയല്ല, ഞാൻ അത്രയും ആഗ്രഹിച്ച് അത്രയും മോഹം കൊടുത്ത് ഞാൻ ഇതിനായിട്ട് എന്റെ ജീവിതം മാറ്റി വെച്ചിട്ടാണ് ഇതിനോട്ട് ഇരുന്നത്. എന്നെ പിന്നെ എന്തിനാ എന്നെ വിളിച്ച്? അല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ ബിഗ് ബോസ് ആരോട് ചോദിക്കുന്നത്, എന്തിനാ എന്നെ വിളിച്ച്? എന്തിനാ എനിക്ക് പ്രതീക്ഷ? എടാ മുത്ത് എന്ത് ചെയ്യാനാടാ? എടാ എന്ത് അവസ്ഥയാടാ മുത്തേ സഫ്വാനെ? എടാ എന്തൊരവസ്ഥയാണടാ. എന്റെ വിധി നിന്റെ ഈ തീട്ട പാട്ടും കേട്ടിട്ട് ഇരിക്കലാടാ. നിന്റെ സഫ്വാന്റെ എല്ലാം ഈ തീട്ടം പറ്റിയ പോലത്തെ പാട്ടുകളുണ്ട്, അതും കണ്ട് ഇവിടെ ഇരിക്കണം, ഡിസ്കോഡ് റിയാക്ട് ചെയ്ത് ഇവിടെ ഇരിക്കണം. ഇതാണ് എന്റെ വിധി. ബിഗ് ബോസിന് വേണ്ടി അള്ളാണ് പറയാലോ. ഞാൻ എന്തെല്ലാം നേർച്ചകൾ, എന്തെല്ലാം മോഹങ്ങൾ, എത്ര കാലത്തെ പ്രിപ്പറേഷൻ. ഞാൻ ഫുള്ള് ബിഗ് ബോസ് എല്ലാ സീസണും ഇരുന്ന് കണ്ട് മനസ്സിലായി, ഫുള്ള് പഠിച്ച് ഞാൻ ഇങ്ങനെ ഓരോ സീസൺ കാണാൻ ഇവരെന്ത് ചെയ്തു, അവനെന്ത് ചെയ്തു, എങ്ങനെ ജയിക്കാന്ന് ഫുൾ റിസർച്ച് ചെയ്യാം. ഹായ് ആപ്പിലി വാട്സ്ആപ്പ് ബ്രദർ. ആപ്പിലി ബ്രോ നിങ്ങന്നെ പറ, നിങ്ങളെ ഈ മൂഞ്ചിയ പേരും കൊണ്ട് നിങ്ങളുടെ വന്നിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്റെ അവസ്ഥ ഇങ്ങനെ ആലോചിക്ക്. എടാ പോയടാ ബിഗ് ബോസ് കൺഫേം ആയി, എനക്കില്ലാന്ന് കൺഫേം ആയടാ, ക്യാൻസൽ ആടാ, സംഭവം ക്യാൻസൽ ആയി ലാസ്റ്റ് ടൈം. എന്നാ പിന്നെ ഞാൻ പറയട്ടെ, എന്നാ പിന്നെ ആദ്യം വിളിക്കുമ്പോ തന്നെ പറയാം, ഹലോ ബ്രോ നിങ്ങൾക്ക് ബിഗ് ബോസിൽ നിങ്ങൾ ഇല്ല ആട്ടാ, അങ്ങനെ വട്ട് വിളിക്കാം. ഇത് ഉണ്ട് എന്ന് വട്ട് പ്രതീക്ഷ വന്നിട്ട്
കെട്ടും മുട്ടും പെട്ടിയെല്ലാം എടുത്ത് ഇറങ്ങിയിട്ടാകുമ്പോ ഇല്ലാന്ന് പറഞ്ഞ എന്തിനാ എന്നെ വിളിച്ചത്? എന്തിനാ വിളിച്ചത്? അതാണ് എന്റെ ചോദ്യം. എന്തിനാ വിളിച്ചത്? എന്തിനാ എന്നെ വിളിക്കുന്നത്? എടാ ഞാൻ പറയുന്നത് എന്താ അറിയോ, ഇവർക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല, സ്ട്രീമേഴ്സ് പോയാൽ ഇവർക്ക് വോട്ട് മറിയും. അതാണ് ഇവരെന്നെ കേട്ടാത്തത്. വോട്ട് മറിയും. ബിഗ് ബോസിൽ പോവാൻ നിനക്ക് ഒരു കഴിവുമില്ല, പോയി ഓമ്പിക്കോ. എടാ കഴിവുണ്ടായിട്ട് നിന്റെ വിചാരണ ബിഗ് ബോസിലുള്ള എല്ലാവരും കഴിവുണ്ടായിട്ട് അവിടെ വന്നിരിക്കുന്നത്? നായണ്ണ പറ, നീ എന്താ പറയുക? നിന്റെ കഴിവെന്താണ്? എന്താ അവന്റെ പേരെന്താണ്? ജോമൻ. എടാ നിന്റെ കഴിവെന്താണ്? നിന്റെ ഒരു കഴിവ് പറഞ്ഞാൽ മതി. നിനക്കുള്ള ഒറ്റ കഴിവ് നീ പറഞ്ഞ. നായണ്ണ മക്കളല്ലോ വന്നില്ല ഒട്ട അളക്കുന്നു. 20,000 ഗിവ് അവേ. ലോക്കോന് 20,000 ഗിവ് അവേ ഉണ്ട് കേട്ടോ. 20,000 എന്തോ ഗിവ് അവേ വരുന്നുണ്ട്. അല്ല ഗിവ് അവേ ഉണ്ട്. ഈ സ്ട്രീമിൽ തന്നെ എന്തോ ഗിവ് അവേ നടക്കുന്നുണ്ട്. ഓക്കെ, ഹൈഡിലുള്ളത് ഞാൻ ഈ സ്ട്രീമിൽ തന്നെ എന്തോ ഗിവ് അവേ നടക്കുന്നുണ്ട്. ഓക്കെ, ലീഡർ ബോർഡില് എന്താ അള്ളാണ് ഞാൻ മറന്നു. എന്താ എന്നോട് എന്തോ പറഞ്ഞു മയില്. ലീഡർ ബോർഡ്. ഓക്കെ ലോക്കോന്റെ എന്റെ ഇതിന്റെ ലീഡർ ബോർഡിൽ കയറുന്ന ആൾക്കാർക്ക് 20,000 രൂപ ഗിവ് അവേ ഉണ്ടോ. ഓക്കെ, അപ്പൊ ലീഡർ ബോർഡിൽ ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി കുറേയല്ലോ കാണാതെ. ആടാ കുറേ ആയിട്ട് ഞാൻ ഇതിന് വേണ്ടിട്ട് ഇരുന്ന് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരു പൊട്ടനാടാ. ഞാൻ പറയുന്നത് ഞാൻ ഒരു പൊട്ടനായി. നമ്മ എല്ലാരോടും പറഞ്ഞു. ഓക്കെ, ഞാൻ ബിഗ് ബോസിൽ പോയതെല്ലാം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്നല്ല, ഞാൻ നാട്ടിൽ നിന്നല്ല. എന്ത് ഷോ ഇറക്കിയിട്ടാന്ന് വന്നത്, എന്ത് വലിയ ഷോ ആണെന്ന് ഞാൻ ഇറക്കിയത്. അത്രയും ചാടിട്ട് ഇറങ്ങി വന്നിട്ട് എടാ എങ്ങനെയാന്നടാ ഇനി എന്നെ ഞാൻ എന്റെ നാട്ടിലേക്ക് എങ്ങനെയാടാ പോവാ? എങ്ങനെയാടാ മുഖം കാണിക്കുക? എന്തൊരു എനക്കറിയില്ല മുത്ത, എനക്കറിയില്ല. എനിക്ക് കാര്യം പറയല. എനക്കറിയില്ല ഇനി എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. കാര്യം പറയല. ഇവിടുന്ന് സഫാന്റെ തീട്ടപ്പാട്ടും കേട്ട് റിയാക്ട് ചെയ്തിട്ട് ഇരിക്കണം. ഡിസ്കോഡ് റിയാക്ഷൻ ചെയ്തിട്ട് ഇരിക്കണം. ഇതാണ് എന്റെ വിധി. അത് എനിക്ക് വിധിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിക്കണം. വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. ഫായിദക്ക് തൊപ്പിയെ ഇഷ്ടമാണ്. വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറി. വൈൽഡ് കാർഡ് അവിടെ അങ്ങനെ ആയിരിക്കോ? അവിടെ വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറാൻ പറ്റുമോ? എടീ അങ്ങനെ ആയിരിക്കോ? അവിടെ അവിടെ ഫുള്ളായിട്ട് പ്രതീക്ഷയോടെ ഉണ്ടാ. അവിടെ ഫുള്ളായിട്ട് പ്രതീക്ഷയോടെ ഉണ്ടാ. ചിലപ്പോ വൈൽഡ് കാർഡ് ഓക്കെ അവിടെ വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറും ചിലപ്പോ. ത്രൂ ഗൂഗിൾ പേ. നിന്നെയൊക്കെ ആര് ബിഗ് ബോസിൽ എടുക്കും മൈരി? ഇവനുണ്ട്, ഇവൻ വെറുതെ എടാ ഞാൻ ഒരു മിനിറ്റ്. ഓക്കെ, സപ്പോസ് ഞാൻ ബിഗ് ബോസിലുണ്ട്, ഞാൻ പോയെന്ന് വിചാരിക്കാം. ഞാൻ നാളെ പോയത്, ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് മൈന കിട്ടുന്നത്? ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ആൾക്കാരോട് പോകുന്നുണ്ട് എന്ന് പറയല്ലേ ചെയ്യേണ്ടത്. ബുദ്ധിയിലാണ് നിനക്ക്? പൊട്ടനാണ് നീ. ഓനല്ല ചിരി. ഓനിക്ക് വേറെന്താ പാണ്ട? ഓനല്ല സന്തോഷമായാലോടാ. ഓനിക്കൊന്നും വേറെ ഒന്നും പാണ്ട. ഞാൻ എന്റെ ബിഗ് ബോസ് ക്യാൻസൽ ആകുമ്പോഴേക്ക് സന്തോഷം. ഓനിക്കൊന്നും നിൽക്കാനും ഇരിക്കാനും കഴിയുന്നില്ല ഓനിക്കൊന്നും. ഹലോ, ആരാണ്? എടാ നായിന്റെ മോനെ, ഒരുത്തൻ ധർമ്മ സങ്കടത്തിലാന്ന് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ വന്നിട്ട് ആളെ കളിയാക്കിയതാടാ നീ നാറി. വാട്സപ്പ് ഡിസപ്ലേ ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ടും കോളിനൊരു നായിന്റെ അമ്മ. വാട്സപ്പ് ഓഫ്ലോഡ് ഒരു കോളും വരണ. ഞാൻ ഫുള്ള് ഫ്ലൈറ്റ് മോഡ് ഇട്ട് ഒറ്റ കോൾ ഇങ്ങോട്ട് വരണടാ. ഒരു കോൾ ഇങ്ങോട്ട് വരണടാ. ഒരു സർപ്രൈസ് എൻട്രി ആണ് വൈൽഡ് കാർഡ്. വൈൽഡ് കാർഡ് തന്നെ ആയിരിക്കും ചിലപ്പോ. വിഷ്ണു ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. ബിഗ് ബോസിൽ പോവാൻ അണ്ടിക്ക് ഉറപ്പില്ലാത്തോണ്ടാവും നിന്നെ പോലെ ഉള്ള തീടത്തിന് വിളിക്കാതെ. ആടാ അഥവാ ഞാൻ വൈൽഡ് കാർഡിൽ എൻട്രി ആയ ഇതൊക്കെ ഓന്റെ പേരെന്താ വിഷ്ണുപ്പുണ്ടായ ആ കാര്യം പറയും. എന്റെ മോത്തൊക്കെ പറയുന്നത് നായന്റെ മോനെ. അഥവാ ഞാൻ വൈൽഡ് കാർഡ് എൻട്രിയിൽ എൻ്റർ ആയെങ്കിൽ ഞാൻ ബിഗ് ബോസിലെ ക്യാമറയിൽ നോക്കി എന്റെ തന്തൊക്കെ വിളിക്കും. നീ നോക്കാം നായന്റെ മോനെ, നീ ഇത് ഓർത്ത് വെച്ചോ. നീ പറഞ്ഞതിനുള്ളത് ഞാൻ ബിഗ് ബോസിലെ ക്യാമറ കൂടി ഇരിക്കാൻ തരും. കേട്ടിനാ? അഥവാ ഞാൻ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറിയെങ്കിൽ ഞാൻ കാര്യം പറയാലോ. നീ തയ്ച്ചു വെച്ചോ. നീ വെയിറ്റ് ചെയ്തോടാ. നീ വെയിറ്റ് ചെയ്തോ.
ആടാ നല്ല സന്തോഷമുണ്ട്. ആടാ ശരിയാടാ നീയെല്ലാം തുള്ളിച്ചാടണം നാറി. നീയെല്ലാം നിക്ക്. നീ സംഭവം എന്താ അറിയടാ, നീയൊന്നുമില്ല, നീ ഒന്നും ജീവിതത്തിൽ ഒന്നും ആഗ്രഹിച്ചില്ല. അതാണ് നിന്റെ എല്ലാം പ്രശ്നം. ആഗ്രഹിച്ചിട്ട് മൂഞ്ചൊന്നുമില്ല മുത്തേ. 44 രൂപ ത്രൂ ഗൂഗിൾ പേ. അണ്ടിയും കുണ്ടിയും കാണിച്ചാൽ ബിഗ് ബോസിൽ കേറ്റുല മുട്ട. പിന്നെ എന്തിനാ എന്നെ വിളിച്ചു? എന്റെ ചോദ്യം അണ്ടിയും കുണ്ടിയും കാണിച്ചോനെ കേറ്റൂലെങ്കിൽ പിന്നെ എന്തിനു വിളിച്ചു? ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തിനു വിളിച്ചു? എന്തിന് എന്നാ പിന്നെ വിളിക്കാണ്ടെന്നൂടെ? അവിടെ സംഭവം ഞാൻ പറയട്ടെ, വോട്ട് മറിയും ഇവര്. സംഭവം വോട്ട് മറിയുന്നോണ്ട് ഈ സ്ട്രീമേഴ്സ് പോയാൽ അവർ മൂഞ്ചും. ഈ സീരിയൽ പുണ്ടകളിയോ അങ്ങനത്തെ ഇതിനെല്ലാം കൂട്ടിയാൽ അവർക്ക് പ്രശ്നമില്ല. ഈ സ്ട്രീമേഴ്സ് ബിഗ് ബോസിലേക്ക് പോയാൽ വോട്ട് മൊത്തം മറിയും. അതിന്റെ പേടിയിലാണ് ഇവർ എന്നെ ചവിട്ടിയത്. മനസ്സിലായി? അങ്ങനത്തെ എന്തോ ഇൻഫോർമേഷൻ അവർക്ക് കിട്ടി. ഗൂഗിൾ പേ. നല്ല ഒരു ബിരിയാണി കഴിക്കൂ, നിന്റെ എല്ലാ വിഷമവും മാറും. മഞ്ഞുമൽ ബോയ്സ് കാണാം. മഞ്ഞുമൽ ബോയ്സ് റിലീസായില്ലല്ലോ. മഞ്ഞുമൽ ബോയ്സ് കാണണം. അത് നല്ലൊരു പടയായിരിക്കും. അതാണ് പറയില്ല. അത് കണ്ടിട്ടെങ്കിലും സന്തോഷം കണ്ടെത്തണോടാ. മഞ്ഞുമൽ ബോയ്സ് അപ്പാ റിലീസപ്പാ. അമൽ സജൻ ഡൊനേറ്റഡ് 5 രൂപ ത്രൂ ഗൂഗിൾ പേ. നിതിൻ തമ്പിക്ക് പെണ്ണ് കിട്ടി. നിതിൻ തമ്പിക്ക് പെണ്ണ് കിട്ടി. നിതിൻ തമ്പി ഊമ്പിന്നേ ഞാൻ പറയൂ. റിലീസ് 22 ഫെബ്രുവരി. ഏതാ? ഇന്ന് 21. ഇന്ന് രാത്രിയായ 12 മണി കഴിഞ്ഞാ. ഇന്ന് റിലീസ് ആയേനി ഇല്ലല്ലോ. 21 എന്ന് പറഞ്ഞാൽ എത്രയാ? 12 മണി ഇല്ല 9 മണിക്കല്ലേ സ്ട്രീം. ഓക്കെ. നാളെ റിലീസ്. നാളെ മഞ്ഞുമൽ കാണാൻ പോകാനോടോ. അങ്ങനെയെങ്കിലും സന്തോഷം കണ്ടെത്തട്ടെ. നാളെ മഞ്ഞുമൽ കാണാൻ പോണം. ബിനോ അനിൽ ഡൊനേറ്റഡ് 5 രൂപ. പ്രമേയം കണ്ടില്ല. Bro, something big is waiting for you. Don't lose hope. Thank you bro. Thank you. Binu Anil. Thank you bro. Thank you so much bro. Thank you. കിട്ടാത്തല്ല എനിക്ക് സങ്കടം ഉണ്ടല്ലേ അവിടെ ഇരുന്ന്. ആടാ